ആ അതന്നെ ചിക്കൻ പൊട്ടിത്തെറിച്ചത്, അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന്റെ റെസിപ്പി നോക്കിയാലോ. ആദ്യം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് നീളത്തിൽ പീസസ് ആക്കിയിട്ട് മുറിച്ച് വെക്കുക. എന്നിട്ട് അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക്, മഞ്ഞൾ, മല്ലി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കസൂരി മേത്തി, കുറച്ച് ഓയിൽ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് നമ്മൾ ആ ചിക്കൻ ഇട്ടിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റിക്കിൽ കോർത്ത് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ സ്വിറ്റ്സിന്റെ സമോസ ഷീറ്റ് എടുക്കണം. അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കത്രികയോണ്ട് നീളത്തിൽ മുറിച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിൽ ക്രഷ് ചില്ലിയും ഉപ്പും ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഓരോ ചിക്കനും ഇതിൽ മുക്കിയിട്ട് ഈ സമോസ ഷീറ്റിൽ കോട്ട് ചെയ്തെടുക്കുക. നല്ലോണം എല്ലാ സൈഡും കവർ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ സംഭവം അടിപൊളിയായിട്ട് വരുള്ളൂ. എന്നിട്ട് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഒന്ന് ഫ്രീസറിലിട്ട് വെച്ചിട്ട് ഒന്ന് ഫ്രോസൺ ആക്കാം കേട്ടോ. എന്നിട്ടൊരു പാനിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഈ ഓരോ ചിക്കനും ഇതിലിട്ടിട്ട് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവണ വരെ പൊരിച്ചെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. സോ ഇതൊന്ന് കോരി എടുത്ത് വെച്ചാൽ നമ്മൾ ചിക്കൻ പൊട്ടിത്തെറിച്ച് റെഡി ആയിട്ട്. സോ ഇതുപോലെ സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസ് വേണമെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ അതന്നെ ചിക്കൻ പൊട്ടിത്തെറിച്ചത്, അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന്റെ റെസിപ്പി നോക്കിയാലോ.